ഇന്നലെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞുള്ളൂ ഇതമോനെയും കൂട്ടി പുറത്തു പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാവാൻ നടക്കണ കാരണം എന്നൊക്കെ. ഇന്നിപ്പോൾ ഇതേ അവനെയും കൂട്ടി ഒന്ന് പാർലറിൽ പോകാമെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഒക്കത്ത് കയറിയിരിക്കണം കേട്ടോ. ഇതെന്താണ് ഈ മറിമായെന്ന് എനിക്ക് മനസ്സിലാവണില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചു നടന്നു കേട്ടോ. ഇടയ്ക്ക് പറയും കാല് വേനെടുക്കണമെന്ന്, അപ്പം ഞാൻ എടുക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ വിശേഷമൊക്കെ പറഞ്ഞ് മന്ദം നടന്ന് പാർലറിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ഒന്ന് അവിടെ പോസ്റ്റായി കേട്ടോ. അത് കഴിഞ്ഞ് ഐബ്രോസ് മാത്രം ഞാൻ ചെയ്തുള്ളൂ. ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഏതമോനോട് പോയി ചോദിച്ചു ഭംഗിയുണ്ടോയെന്ന്. അവൻ പറഞ്ഞു അടിപൊളിയായിട്ടുണ്ടെന്നേ. അങ്ങനെ ഏതമോനെ വീട്ടിലാക്കിയിട്ട് ഞാനും ചാച്ചനും കൂടി നെക്സ്റ്റ് വരെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം അമ്മ നാട്ടിലേക്ക് പോവാണ്. കുറേ പേര് കമൻറ്റിൽ ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മ നാട്ടിലേക്ക് പോകുന്നില്ലേ, പപ്പ അവിടെ ഒറ്റയ്ക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ഫൈനലി അമ്മ നാട്ടിലേക്ക് പോവാണ് കേട്ടോ. അതിന് മുമ്പുള്ള കുറച്ച് പർച്ചേസിങ് ആണ്. വലിയൊരു പർച്ചേസിങ് ആയതുകൊണ്ട് തന്നെ പിള്ളേരെ കൂട്ടിയില്ല. ആ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ടോയ്സ് വാങ്ങുന്നുണ്ട് കേട്ടോ. ഇപ്പം ഏത് വണ്ടി കണ്ടു കഴിഞ്ഞാലും പപ്പയുടെ ജീപ്പ് എന്നാണ് അവന്മാർക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് പപ്പയുടെ ജീപ്പ് പോലത്തെ ജീപ്പ് തന്നെ ഞങ്ങൾ വാങ്ങി. പിന്നെ ചാച്ചൻ നോക്കി കഴിഞ്ഞപ്പോൾ നിനക്കൊരു ചെരുപ്പ് വാങ്ങിത്തരാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് ചെരുപ്പ് നോക്കിയതാണ് കേട്ടോ. പക്ഷെ എൻ്റെ സൈസിനുള്ളതൊന്നും കിട്ടിയില്ല. ചാച്ചന് ഇഷ്ടപ്പെട്ടതൊന്നും എൻ്റെ സൈസിനുള്ളത് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഫൈനലി കുറേ തപ്പിയതിന് ശേഷം എൻ്റെ സൈസിലുള്ളൊരു ചെരുപ്പ് കിട്ടിയേ. അതാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ അങ്ങ് ഇഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ വള്ളിയുള്ള ടൈപ്പ് ചെരുപ്പുകൾ അധികം ഇഷ്ടമല്ല. കാരണം ഇടാൻ ഇച്ചിരി മെനക്കേടാണല്ലോ. പക്ഷെ ഇത് ഇടാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഇത് വാങ്ങിയത്. അങ്ങനെ മിറർ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു മിറർ വീഡിയോയും കൂടി എടുത്തു. അല്ലെങ്കിൽ മിറർ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയാണല്ലോ. ഏറ്റവും വലിയൊരു ടാസ്ക്കാണ് ഇത്. താഴെ നിന്ന് എല്ലാ സാധനങ്ങളും മേലെ കൊണ്ടുവന്ന് എന്നെ ആ ട്രോളിയിൽ നിന്ന് എടുത്ത് എല്ലാവരും വണ്ടിക്കുള്ളിൽ വെക്കുക. വണ്ടിക്കുള്ളിലാണെന്നുണ്ടെങ്കിലോ ചാച്ചൻ്റെ ജിമ്മിലിടുന്ന ഷൂ പിന്നെന്താ എന്തൊക്കെയോ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതൊക്കെ ഒതുക്കി വെച്ചിട്ട് വേണം ഈ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ എടുത്ത് വെക്കാൻ കേട്ടോ. 9 മണിക്ക് പർച്ചേസിങ്ങിന് ഇറങ്ങിയ ഞങ്ങളാണ് തിരിച്ച് വീട്ടിലെത്തുന്നത് 11:30. ഇതിന് മാത്രം വാങ്ങിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് മാത്രം ഒന്നും വാങ്ങിയിട്ടുമില്ല. പക്ഷെ കുറേ സമയം എടുക്കുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ സമയം എടുത്തത് ബില്ലടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവിടെ കുറേ നേരം പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അടുത്ത വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.